ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, മല്ലു കപ്പിൾ ഓൺ ദ റോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഞാൻ ഈ കേബിൾ കാറിൽ കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം വളരെ മനോഹരമായി ഈ വാലിയിലുള്ള വീടിൻ്റെ എല്ലാം മേളിലൂടെയുള്ള കേബിൾ ജേർണി ഭയങ്കര മനോഹരമാണ്. 15 മിനിറ്റ് നീളമുള്ള കേബിൾ യാത്രയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളങ്ങനെ ടോപ്പ് ഓഫ് യൂറോപ്പ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഈ മലയുടെ മേളിലേക്കാട്ടോ പോകുന്നത്. എൻ്റെ പൊന്നെ, ഇന്ന് രസമായിരിക്കും. ഇത് താഴെ ഇവിടെയൊക്കെ സ്നോ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളിപ്പോൾ ഇതിന് ഫിഗർ ഔട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ട്രെയിൻ ടിക്കറ്റ് അതായത് ഈ കേബിൾ കാർഡിന് $120 $122 സ്വിസ് ഫ്രാങ്ക് ആയി. പിന്നെ നമ്മൾ ഇന്നലെ നമ്മൾ ടോപ്പ് ഓഫ് നമ്മുടെ ഇന്റർലാക്ക് പോയപ്പം നമുക്ക് $20 വെച്ചായി. സോ ഞങ്ങളത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ വരുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ ജുഫ്രാനില് നമുക്ക് അൺലിമിറ്റഡ് കേബിൾ കാർ ജേർണിക്ക് $145 ഒരു പാക്കേജ്, 145 സ്വിസ് ഫ്രാങ്കിന്റെ ഒരു പാക്കേജ് ഉണ്ട്. സോ അത് വാങ്ങുവാണെങ്കിൽ ശരിക്കും നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി 145 ആയി. ഞങ്ങൾക്ക് ആകെ 2 കിട്ടിയത്. പക്ഷെ ഇവിടെ നമുക്ക് 2 ദിവസം നിൽക്കാനുണ്ടെങ്കിൽ ആ ഒരു പാസ് എടുക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ പറയുന്നത് 145 സ്വിസ് ഫ്രാങ്ക് കൊടുത്ത് അങ്ങനെ അടിപൊളി നല്ലതായിരിക്കും. ഇതിലെയാണ് കേട്ടോ നമ്മൾ ട്രെയിനിൽ വരുവാണെങ്കിൽ പോകുന്നത്. കണ്ടോ താഴത്തെ ആ ലൈൻ പോലെ കിടക്കുന്നുണ്ടോ, അതായത് റെയിൽ പാളമാണ് കേട്ടോ അവിടെ മഞ്ഞ് വന്ന് മൂടി കിടക്കുന്നത്. നമ്മൾ ഏതായാലും കേബിൾ കാറിലാണ്. നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി ഇതെവിടെ നിന്നാട്ടോ നമ്മൾ കയറി വന്നേ. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മൾ തിരിച്ചടുത്ത ട്രെയിൻ കയറുവാണ്. എവിടെയെങ്കിലും മേളിലേക്ക് കയറുന്നതാണ്. $1.25 ജൂഫ്രാങ്ക് അടുത്ത് ടിക്കറ്റ്. 1.25 അത് കഴിഞ്ഞു പോയോ? 1.45 അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനിയൊരു 20 മിനിറ്റും കൂടെ ഉണ്ട് നമുക്ക് അടുത്ത ട്രെയിൻ. അതായത് ഇവിടെ നമ്മൾ ട്രെയിനാണ് കേട്ടോ മേളിലേക്ക് കയറുന്നത്. ഇവിടെ ഒരു കോഫി ബാറൊക്കെ ഉണ്ട്. 10 രൂപയ്ക്ക് ഒരു സാൻഡ്വിച്ചൊക്കെ കിട്ടും. 16 ഓഫറുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ സ്നോയിലൊന്നും നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടുത്തെ തണുപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് മേളിലേക്ക് പോകുമ്പോൾ അതും കൂടെ അറിയാലോ. സോ ഇതാണ് കേട്ടോ റിയൽ ഗ്ലേഷ്യേഴ്സ് ആണ് കിടക്കുന്നത് കേട്ടോ. നമ്മളാ ഗ്ലേഷ്യേഴ്സിൻ്റെ അടുത്തോട്ടാണ് പോകണം. ടോപ്പ് ഓഫ് യൂറോപ്പിൽ കൂടെ ഗ്ലേഷ്യേഴ്സ് ആകും. അതൊക്കെ ഉറഞ്ഞു കിടക്കുന്നത് കണ്ടാ നീ. വെളുത്ത് കിടക്കുന്നൊക്കെ സ്നോ. നമ്മൾ ടിറ്റ്ലിസ് മൗണ്ടിന് അപ്പുറം തണുപ്പില്ല അവിടെ. പക്ഷെ കൊള്ളാം. ചെന്നപ്പോ അന്ന് ഭയങ്കര കാറ്റായിരുന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. എന്നത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. അതെ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അടുക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു 15 മിനിറ്റ് സമയം കിട്ടിയപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ കറങ്ങി നടന്നു. കുഴപ്പമില്ല കേട്ടോ. തണുപ്പില്ലാത്തത് എനിക്ക് തോന്നുന്നത് നമ്മൾ തെർമലും പിന്നെ സെറ്ററും അതിൻ്റെ മേലുള്ള ജാക്കറ്റ് തെന്നി പോകുന്നുണ്ട്. അപ്പം പിന്നെ സ്നോയിൽ നടക്കുമ്പം ആക്ച്വലി നമ്മൾ അവിടെ ട്രക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് ട്രെയിനിങ് തരുന്നതാണ്. പെൻഗ്വിൻ നടക്കുന്നത് നടക്കുക. ചെറിയ ചെറിയ ചുവടുകൾ. അപ്പം ഒരു കുഴപ്പമില്ലാണ്ടെങ്കിൽ എത്താം. ഇതൊക്കെ കല്ലാട്ടോ. സ്നോ വന്ന് മൂടിപ്പോയേക്കുന്ന അത് സ്നോമാൻ കണ്ടോ. ആരോ ഉണ്ടാക്കി വെച്ചാട്ടോ, നമ്മളുണ്ടാക്കി വെച്ചല്ല. തട്ടിക്കളയരുത്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചാ. താഴെ ട്രെയിൻ വന്നു. അപ്പോൾ ട്രെയിൻ വന്നു. കാര്യമൊരു ഇതേ ഇത്രയും ദൂരമൊക്കെ നടന്ന് കയറിയാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറിയാൽ അടുത്ത ട്രെയിൻ ജേണി. പിന്നെ ഈ മല ഇങ്ങനെ ചുറ്റിയ മുകളിലേക്ക് കയറണേ. അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിനിലേക്ക് കയറാൻ പോവാണ്. നമുക്ക് ഈ സീറ്റിലിരിക്കാം കേട്ടോ. ഈ ലോങ് സീറ്റ് അടിയിലത്തെ സീറ്റായിരിക്കാവേ.
ഇവിടുന്ന് ട്രെയിനാണ് കേട്ടോ, കേബിൾ കാർ ഇറങ്ങിയതിന് ശേഷം ട്രെയിനാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഒരു ചെറിയൊരു 5 മിനിറ്റ് ബ്രേക്കിന് ഇടയ്ക്കുണ്ടായിരുന്നു. നമ്മളവിടെ ഇറങ്ങി, അവിടെ ഒരു റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഗ്ലാസ്സിലൂടെ നമുക്ക് ഗ്ലേഷ്യേഴ്സ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി ഏതാണ്ട് നമ്മുടെ ടോപ്പ് ഓഫ് യൂറോപ്പിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ടോപ്പ് ഓഫ് യൂറോപ്പ് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇങ്ങോട്ടുള്ള യാത്രയൊന്നും അത്ര വലിയ എക്സൈറ്റഡ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. കാരണം ഈ തുരങ്കത്തിനകത്തുള്ള യാത്ര ആയതുകൊണ്ട് മൊത്തം ഇരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മയങ്ങുമൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ട്രെയിൻ ഇറങ്ങി നമ്മൾ നടന്നത് ഒന്നാമത്തെ നിലയിലെത്തിയപ്പോൾ ഇവിടെ അത്യാവശ്യം കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഗിഫ്റ്റുകളൊക്കെ വെക്കുന്ന കടകളാണിത്. അപ്പോൾ ടോപ്പ് ഓഫ് യൂറോപ്പിൻ്റെ ടൂർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു പനോരമിക് വ്യൂവിൻ്റെ കട്ടൗട്ടാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി എന്ന ഒരു വ്യൂ ആണ്. നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത്. നമുക്ക് അവിടെ പോവാം. നമ്മളിത് ഇതിക്കിടെ പോകുന്നത് ഇവിടെ പോവാം. ഇവിടെ വരുമ്പോൾ ഗിഫ്റ്റ് എടുത്ത മുകളിലേക്ക് പോകാം. ഇവിടെ വന്നിട്ട് ആൽഫൈൻ സെൻസേഷനിൽ പോകാം. പിന്നെ നേരെ പോയി 8 വന്നു. 9 ഡെക്ക്. ഈ ഡെക്ക് 10. പണ്ട് ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് കൂടി ഉണ്ട്. വാ നമുക്ക് പോയേക്കാം. അപ്പോൾ നമുക്കങ്ങനെ സ്കേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി പോകാൻ കേട്ടോ. പക്ഷെ നമ്മളേതായാലും ഈ മഞ്ഞത്ത് സ്കേറ്റ് ചെയ്യാനൊന്നും പോണില്ല, ഹൈക്കിങ്ങിന് പോണില്ല. സോ നമ്മൾ ആൽഫൈൻ സെൻസേഷനിലേക്കുള്ള യാത്ര നമ്മൾ ഇതിലേക്കൂടെ തന്നെ പോകുന്നു. എന്ത് വലിയ സ്ക്രീനാണ് നോക്കിയത്. ശരിക്കും ഇവിടുത്തെ മൗണ്ടൻസിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് ഹെലിക്യാമിലെടുത്ത വ്യൂ ആണ്. നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങി വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. ഇതെന്നത് നമുക്ക് അതിനിപ്പോൾ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം. ലിഫ്റ്റ് ഏതായാലും ഉണ്ട്. അതായത് താഴേക്ക് നമുക്ക് ശൗചാലയമുണ്ട്. ഈ പുള്ളി നമ്മുടെ ട്രെയിനിലുണ്ടായിരുന്നതാണ് കേട്ടോ. പുള്ളി തൊപ്പിയൊക്കെ വെച്ച് എന്ത് സെറ്റപ്പാണെന്നറിയില്ല. എന്നോട് വെറുതെ നമ്മൾ ചോദിച്ച് വെറുതെ അടിയൊന്നും മേടിച്ച് കൂട്ടണം. പുള്ളിയുടെ വഴിക്ക് പോട്ടെ അല്ലേ. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൽഫ സെൻസേഷനിലാണ്. അത് ഈ കാണുന്നതാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ ഈ സ്റ്റാറുകളും ലൈറ്റുകളും ഒക്കെ എടുത്ത്. നല്ല രസമല്ലേ. നമ്മളേതോ വേറെ ഏതോ ലോകത്തിൽ എന്ന പോലെയുണ്ട്. നമ്മുടെ ടോപ്പ് ഓഫ് യൂറോപ്പിൻ്റെ ഒരു മോഡലാണ് തോന്നുന്നു കേട്ടോ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഐസ് പാലസോ? ടോപ്പ് ഓഫ് യൂറോപ്പിന്റെ മുകളിലുള്ള ഐസ് പാലസ്. അതെ.
തണുപ്പെന്ന് വെച്ചാൽ പ്രാന്താണെന്നാ തോന്നുന്നത്. അയ്യോ ഐസായി പോയ പശുക്കള്. ഓഹോ, അതിലൂടെ എങ്ങോട്ടാ പോണേ? ഒക്കെ നമുക്ക് ഇതിലേ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആട്ടെ, ഇവിടെയെങ്കിലും ഇല്ല, ഇവിടേക്ക് ഒരു എക്സിറ്റ് ഇല്ല. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പിലെത്തിയിരിക്കുകയാണ് ഫൈനലി. നമ്മൾ ഇതിലേ വന്ന് എവിടെയോ വന്നു. ഈ മേളിലേക്ക് വീട് ടൂർ ഇങ്ങോട്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ, ഇവിടുന്ന് സ്റ്റെപ്പ് കയറിയാൽ നേരെ ടോപ്പ് ഓഫ് യൂറോപ്പാണ്. ആക്ച്വലി സ്റ്റെപ്പ് കയറി പോകണോ? ഇവിടുന്ന് ലിഫ്റ്റ് കയറി പോവാം. ഈ സ്റ്റെപ്പ് കയറി മേലേക്ക് ഇറങ്ങാൻ നല്ലത് ലിഫ്റ്റ് കയറി പോകുന്നതാണ്. അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി നേരെ ടോപ്പ് ഓഫ് യൂറോപ്പിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നല്ല മഞ്ഞാണ്. മേളിലാണ് അതിൻ്റെ ഡെക്ക്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതാണ് നമ്മുടെ വ്യൂ. 11,000 അടി, 3,474 മീറ്റർ ഹൈറ്റ്. നമ്മളിനി നേരെ ആ ഡെക്കിലേക്ക് പോവാണ്. അയ്യോ എടി, അത് വടി കുത്തോടിയല്ല പോവും. എൻ്റെ സെൽഫി സ്റ്റിക്കാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ലിറ്ററലി ടോപ്പ് ഓഫ് യൂറോപ്പിൽ എത്തിയിരിക്കുകയാണ്. അതാണ് ടോപ്പ് ഓഫ് യൂറോപ്പിൻ്റെ മേളിലുള്ള ബിൽഡിംഗ്. നമുക്ക് എത്തിപ്പെടാവുന്നതിൻ്റെ പരമാവധി എത്തിപ്പെട്ടിരിക്കുകയാണ്. വാ, കാണുന്ന ഡെക്കിൽ നിന്നാണ് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തത്. ഇതിനപ്പുറത്തേക്ക് വലിയ ക്ലിഫാണ്. ഇവിടെ വാർണിംഗ് തന്നിട്ടുണ്ട്. കാണുമ്പോൾ മഞ്ഞ് പോലെ കിടക്കുമെങ്കിലും ഇത് ക്ലിഫായിരിക്കും. വലിയ കൊക്കെ. അതെ, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകുന്നത്. അപ്പോൾ നേരെ താഴേക്കുള്ള ക്ലിഫാണ്. അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ്, ഒരു കയറൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ കിടക്കുമ്പോൾ അത് മഞ്ഞാന്നോർത്ത് നമ്മളങ്ങ് നടന്നു പോകുമ്പോഴത്തേക്ക് അറിയണം ഈ പാറയും ആ പാറയും രണ്ടും തമ്മിൽ മഞ്ഞ് വീണങ്ങ് ജസ്റ്റ് മൂടിയേക്കുന്ന നേരെ താഴേക്ക് പോകും. സോ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അവിടെയും കൂടെ പോകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അവിടെ നിന്ന് അകത്തുനിന്ന് ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിലേക്ക് പോകാൻ പറ്റും. നമുക്ക് നടന്ന് കയറാത്താലും പറ്റില്ല. നമുക്കങ്ങനെ തിരിച്ച് നടക്കാം. നല്ല തണുപ്പാണെങ്കിലും ഭയങ്കര രസമാണ്. മഞ്ഞ് തുള്ളികളുണ്ടോ, നല്ല പഞ്ഞിക്കട്ടകൾ പോലെ ചാടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പിന്നെ വെള്ള ജാക്കറ്റ് ആയതുകൊണ്ട് അറിയില്ല. അവിടെ തലയിലറിയാം. ഇതുണ്ടോ? ടിറ്റ്ലസിന്റെ അത്രയ്ക്കും തണുപ്പില്ല അല്ലേ? ഭയങ്കര കാറ്റല്ലായിരുന്നു. ഇവിടെ കാറ്റില്ല, മഞ്ഞിങ്ങനെ പെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുവാണ് സുഹൃത്തുക്കളെ. ഇനി അങ്ങോട്ട് ഇറക്കമാണ്. ആ കയറിൽ പിടിച്ചിറങ്ങുന്നതായിരിക്കും ആരോഗ്യത്തിന് ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക്
അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. തെന്നി വീടുണ്ടാത്തതുകൊണ്ട് ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് സ്വസ്ഥമായിട്ട് കയറെ പിടിച്ചിറങ്ങിയത്. ഇനി ഈ മഞ്ഞത്ത് തെന്നി വീണ് നടുവേന പിടിക്കാൻ പറ്റില്ല. സോ ഇനി ടൂർ സ്റ്റേഷൻ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. 7 മിനിറ്റോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് എത്താൻ നമുക്ക് മുകളിലേക്ക് പോകാനുള്ളൊരു വഴിയാണെന്നോ. അങ്ങനെ നമ്മളിപ്പോൾ ലിഫ്റ്റ് കയറി ഏറ്റവും മേളത്തെ നിലയെത്തി. ടെക്നിക്കലി നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ഉയരത്തിൽ. നേരത്തെ വന്നത് അവിടെയായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് കരുതിയിരുന്നത്. പക്ഷെ അത് നമ്മൾ ഈ ബിൽഡിംഗ് കണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു ഇങ്ങോട്ട് ആക്സസ് ഇല്ലായിരിക്കും. -13 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഇവിടെ അങ്ങോട്ട് ഇറക്കൂല. മേളിലേക്കൊരു വഴി കണ്ടു. ഇതെങ്ങോട്ടാന്ന് നോക്കാം. പാ, ഇവിടെയും പുറത്തിറങ്ങാം. സോ നമ്മൾ ഇവിടെയും പുറത്തിറങ്ങാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും വിചാരിക്കും ഇതായിരിക്കും ടോപ്പ് ഓഫ് യൂറോപ്പ്. പക്ഷെ ഇതാണ് ശരിക്കും ടോപ്പ് ഓഫ് യൂറോപ്പ്. നമ്മൾ നേരത്തെ, കാരണം ഈ ഗോപുരത്തിൻ്റെ മണ്ടയിൽ നിന്നാണ് നമ്മൾ താഴെ നിന്നപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. നമ്മൾ അവിടെയാണ് കേട്ടോ ആക്ച്വലി നിന്നത്, അങ്ങ് താഴെ. ഏറ്റവും അപ്പം അങ്ങനെയാണ് കാണുന്ന മല ഇതിലും ടോപ്പല്ലേ. അപ്പം അതിൻ്റെ മണ്ട ചെല്ലണ്ടേ? അങ്ങോട്ട് റീച്ച് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം. അതെ, സുഹൃത്തുക്കളെ, ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പറ്റും നമുക്ക്. പക്ഷേ ഡ്യൂ ടു ഫോളിങ് ഐസ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് സ്നോ വരുന്നുണ്ട്. ചിലപ്പം ആ ഹൈറ്റിൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇതവർ പണിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇതിന് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ടോപ്പ് ഓഫ് യൂറോപ്പിൽ എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ രണ്ടുപേരും മാത്രം നിലവിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ടോപ്പ് ഓഫ് യൂറോപ്പാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളത് സാധിച്ചു. സോ ഇപ്പോൾ സമയം 4:30 നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ സമയമായി. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. മറ്റൊരു വീഡിയോയുമായി നാളെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫോർ നൗ. പോകുന്ന ട്രെയിനാണ് അത്.